ഇന്ന് നമുക്ക് പച്ചക്കായ കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 പച്ചക്കായ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചക്കായ ഒരു ചട്ടിയിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് തന്നെ ഇതിന് വലിയ വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പച്ചക്കായ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇരുന്ന് വെന്ത് പോകും. അതുകൊണ്ട് നമുക്കത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് അതൊന്ന് ഒതുക്കിയെടുത്തതാണ്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കുക. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കായും കൂടെ ഇട്ട് അത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ പയ്യെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഓൾറെഡി പച്ചക്കായ വെന്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇനി മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അതൊന്ന് തുറന്ന് വെച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതി. പിന്നെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നിട്ട് ഒത്തിരി വെന്ത് കുഴഞ്ഞങ്ങ് പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് എടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പച്ചക്കായ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.